പട പോലെ, കപ്പിത്താനില്ലാത്ത കപ്പൽ പോലെ. ടീം ഓഫ് ഇടപെട്ടത്തിന്റെ മറ്റൊരു ദേശീയ താരമാണ് നമ്മുടെ പെൺകിടാങ്ങളുടെ നേരെ പാഞ്ഞെടുക്കുന്നത്. നമ്മുടെ പെൺകിടാങ്ങൾ ഒരുപക്ഷെ മാനസികമായി തകർന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ തകർന്നിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് ഇപ്പൊ മത്സരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരാളെയും കാണുന്നില്ലല്ലോ. ക്യാപ്റ്റൻ, ഇവിടെ ഇങ്ങനെ ഒളിച്ചിരിക്കുകയാണോ? അതെ, അവിടെ തന്റെ ടീം തോറ്റോണ്ടിരിക്കുക. സ്റ്റേറ്റ് ചാമ്പ്യൻസാ നിങ്ങൾക്കെതിരെ ഇറങ്ങിയിരിക്കുന്നത്. എനിക്കിവിടെ ഇറങ്ങാൻ പറ്റാത്തോണ്ടല്ലേ, അല്ലെങ്കിൽ ഞങ്ങൾ തോൽക്കില്ലായിരുന്നു. ഓഹോ, അത്രയ്ക്ക് കോൺഫിഡൻസ് ആണോ? എന്നാ കേറി വാ. നിന്റെ ഈ അമ്മ നെഞ്ചുരുകി പ്രാർത്ഥിക്കുന്ന പൂജാമുറിയാ ഇത്. ഈ ഇരിക്കുന്ന ദൈവങ്ങൾ സാക്ഷി. ഇനി നീ സിറ്റിയിലേക്ക് പോണെന്ന് വാശി പിടിച്ചാ ഞാൻ ചത്തുകളയും. അമ്മേ, ഇപ്പോ ഈ നിമിഷം എന്റെ തലയെ തൊട്ട് നീ സത്യം ചെയ്യണം. ഈ സത്യം പാലിക്കാൻ നിനക്കായില്ലെങ്കിൽ എന്റെ ആയുസിനാ നീ വില പറയുന്നത്. സത്യം ചെയ്യാൻ. സത്യം ചെയ്യാൻ. നിർത്ത്. മതി സത്യം ചെയ്യലും ചെയ്യിക്കലും ഒക്കെ. നാഗാരാധന ഇത്ര ശക്തമാണോ? എന്റെ സാറേ, ഈ കാവിൽ എന്തൊക്കെ തർക്കങ്ങൾ തീർപ്പായിട്ടുണ്ടെന്നറിയോ? പണ്ടത്തെ ആൾക്കാർ പറയുന്ന ഓരോ കഥകൾ കേൾക്കണം. ഇപ്പൊ തന്നെ നോക്കിയേ, കബനി സിറ്റിയിലേക്ക് പോണോ വേണ്ടയോ, അതാണ് ചോദ്യം. അല്ല, സത്യത്തിൽ ആ കുട്ടി സിറ്റി പോയി പഠിക്കുന്നുണ്ട് എന്താ? അത് പിന്നെ ഓരോരുത്തർക്കും അവരവരുടേതായ പ്രശ്നങ്ങളല്ലേ സാറേ.
രാത്രി 2:30 നക്ഷത്രം തിരുവോണം. വയറ്റാറ്റി മാധവി ലക്ഷണം പറയാനും മിടിക്കുക. രാജകുമാരിയാവൂന്നാ പറഞ്ഞത്. അമ്മ തന്നെ. എന്താ മോക്ക് പേര് കണ്ടുവച്ചിരിക്കുന്നത്? അതൊക്കെ അച്ഛന്റെ ഇഷ്ടം. ഗൗരി പറ. അല്ല, അച്ഛൻ തന്നെ ഇട്ടാ മതി. എങ്കിൽ പിന്നെ ആവട്ടെ. ആർക്കും അങ്ങനെ ഒരു പേരുണ്ടാവാൻ പാടില്ല. അങ്ങനെ ഒരു പേരിൽ നമ്മുടെ മോള് മാത്രം. അതുവരെ ഓമനി ചമ്മയിവളെ പൊന്നുമോളേന്ന് വിളിക്കും. എനിക്ക് അച്ഛൻ്റെ അടുത്തോട്ട് വാ. എന്റെ പൊന്നുമോള് വാ. പൊന്നുമോളെ. ഇത്ര നാളും എന്റെ കൂടെ നടന്ന അപ്പൂപ്പൻ പോലും ഇപ്പൊ അമ്മയുടെ കൂടെയായി. പറഞ്ഞു പറഞ്ഞ് അപ്പൂപ്പന്റെ മനസ്സ് മാറ്റിയത് മറ്റാരുമല്ല, അമ്മ തന്നെയാ. ഞാൻ ആരുടെ മനസ്സ് മാറ്റിയൊന്നുമില്ല. പിന്നല്ലാതെ അപ്പൂപ്പൻ എപ്പോഴാ വാക്കു മാറ്റിയത്? ഇത്ര പെട്ടെന്ന് ഇവിടെ എന്ത് മാറ്റം ഉണ്ടായത്? അതൊന്നും നീ അറിയണ്ട. അമ്മയോട് ഞാനൊന്നും പറഞ്ഞില്ല. ഇപ്പൊ നാഗദൈവവും ഇല്ല, വിശ്വാസവും ഇല്ല, അല്ലേ? മോളെ, നിന്റെ നല്ലതിനു വേണ്ടിയാ അമ്മ. പിന്നെ നല്ലതിനു വേണ്ടി എല്ലാരും കല്യാണം കഴിക്കല്ലേ? എല്ലാരോടും സമ്മതിച്ചിട്ട് ഞാൻ പഠിക്കാൻ പോവാന്ന് നാട്ടുകാരോട് മുഴുവൻ പറഞ്ഞു നടന്നതാ. അവരാരും നിന്റെ കാര്യം നോക്കാൻ വരില്ല. അതിന് ഞാനേ ഉണ്ടാവൂ. അത് ശരിയാ. എന്റെ ആഗ്രഹങ്ങൾക്ക് തടസ്സം നിൽക്കാൻ അമ്മ എന്നെ ഉണ്ടാവുള്ളൂ. അതെ, രണ്ടാളും വീട്ടിലേക്ക് വിട്ടോ. ഇവിടെ തെരുവിൽ കിടന്ന അമ്മയും മോളും കൂടെ വഴക്കൂടണ്ട. എവിടെ ആയാൽ എന്താ? പറയാനുള്ളത് ഇതൊക്കെ തന്നെയല്ലേ? പേടിച്ചു ഒതുങ്ങിയും ഇരുട്ടിന്റെ മറപറ്റി നടന്നു നോക്കിയ ഇത്രയും കാലം എത്തിച്ചത് അത് നമുക്ക് വേണ്ടി അല്ലല്ലോ അച്ഛാ, ഇവക്ക് വേണ്ടിയല്ലേ? ഇവളുടെ നന്മയ്ക്ക് വേണ്ടിയല്ലാതെ ഞാൻ എന്തെങ്കിലും ചെയ്യോ? എന്നും പറയാനുള്ളത് ഇക്കാര്യം മാത്രം. ആരെ പേടിക്കുന്നത്? എനിക്കറിയില്ല. എന്നെ പിടിച്ചോണ്ട് പോവാൻ ഇന്ന് വരെ ആരും വന്നിട്ടുമില്ല. ദേ അപ്പൂപ്പ, ഞാനൊരു കാര്യം പറയാം. വിവാഹപ്രായം ആവുന്നതിന് മുമ്പ് നിർബന്ധിച്ച് അതിന് പ്രേരിപ്പിച്ച പരാതി കൊടുക്കാൻ സ്ഥലവും ഉണ്ട്, അന്വേഷിക്കാൻ ആളും ഉണ്ട്. മോൾക്കതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തേക്ക്. നീ കേസ് കൊടുക്ക്. ചോദ്യം ചെയ്യാനുള്ളവർ എന്നെ തെരഞ്ഞു വരട്ടെ. പോട്ടെ, പോയി എന്റെ പേരിൽ പരാതി കൊടുക്കട്ടെ. ഞാൻ ജയിലിൽ പോയി കിടന്നോളാം. ഒന്നും മിണ്ടാതിരുന്നേരി. അവള് കേസ് കൊടുക്കാൻ വേണ്ടി പറഞ്ഞതാണോ? അതിന്റെ സങ്കടം അത് പറഞ്ഞു തീർക്കുന്നു, അത്രേ ഉള്ളൂ. കരയുമ്പോ നീ എന്തൊക്കെയാ വിളിച്ചു പറയാറുള്ളത്? ദേഷ്യത്തിലും വേദനയിലും ആർക്കും വാക്കുകൾ നിയന്ത്രിക്കാൻ പറ്റില്ല. എന്റെ തീരുമാനത്തിന് ഒരു മാറ്റവും ഇല്ല. അച്ഛൻ എന്താ വേണ്ടെന്ന് വെച്ചാ ചെയ്തോ. ഭഗവാനെ, ഇവർക്കിടയിൽ നിന്ന് ഞാനിതെങ്ങനെയാ പരിഹരിക്കുക? ആരുടെ കൂടെയാ നിൽക്കുക? ഞാൻ കഴിച്ചോളാം. വേണ്ട, ഞാൻ വാരിത്തരാം.